ഹേ ഗായ്സ്, ഇതെന്റെ ഓൺ കോമ്പിനേഷൻ ആണ്. ആരും എനിക്ക് ഇങ്ങനത്തെ ഒരു സജഷൻ തന്നിട്ടില്ല. മുന്തിരിയുടെ കൂടെ നമുക്ക് എന്താ ആഡ് ചെയ്യുമെന്ന് കുറെ നേരം ആലോചിച്ചപ്പോഴാണ് 3-4 ദിവസം തൊട്ട് പഴുക്കാൻ വേണ്ടി ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ച എന്റെ കിവി കുട്ടന്മാരെ എനിക്ക് ഓർമ്മ വന്നത്. അപ്പൊ കിവി എന്തായാലും മുന്തിരിയുടെ കൂടെ ആഡ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും എന്ന് പറയാൻ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ? അപ്പൊ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, എന്താകും ഇതിന്റെ ഒരു റിസൾട്ട് എന്ന് അറിയാൻ വേണ്ടി. പക്ഷെ കിവി മുറിച്ച് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ഗായ്സ്, കട്ടാപ്പുളിയായിരുന്നേ. കാരണം അത്രയും പഴുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 4 ദിവസമായിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ എന്നിട്ടും പഴുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തോ ആവട്ടെ, കിവി മുറിച്ച് പോയില്ലെന്ന് വിചാരിച്ച് മുന്തിരിയുടെ കൂടെ കിവിയും കൂടി ആഡ് ചെയ്ത് ചെറിയൊരു മധുരത്തിന് വേണ്ടി മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്തത്. സത്യത്തിൽ മിൽക്ക് മെയ്ഡ് ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഷുഗർ ആഡ് ചെയ്താലും മതി. മിൽക്ക് മെയ്ഡ് ആകുമ്പോൾ ചെറിയൊരു നല്ല കൺസിസ്റ്റൻസി കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കണേ. ഹേ ഗായ്സ്, ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. നല്ല പുളിയുണ്ട്. കിവി കുറച്ച് പച്ച പോലത്തെ ഉണ്ടാക്കി ഇത്ര പുളി. മുന്തിരിക്കും പുളിയുണ്ട്.